കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കുറച്ച് അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മളിത് പഠിക്കുന്നത്. നമുക്കൊരു രൂപാന്തരം ഉണ്ടാകാൻ, ഒരു ട്രാൻസ്ഫർമേഷൻ. വേദപുസ്തക പഠനം എപ്പോഴും നമ്മളിൽ രൂപാന്തരം ഉണ്ടാക്കണം. രൂപാന്തരീകരിക്കാത്ത വചനം അതുകൊണ്ട് പ്രയോജനം ചെയ്യുന്നില്ല. ഒരുവൻ വചനം കേട്ടിട്ട് പെട്ടെന്ന് മറന്നുപോയി കഴിഞ്ഞാൽ അത് തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ കാണുന്ന ഒരു മനുഷ്യനോട് ഒക്കുന്നു. അവന് അത് കണ്ടു, ശരിയാണ്, ഇത് വന്ന് കേട്ടു, പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യുന്നു? അത് മറന്നു പോകുന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാകുന്നില്ല. അത് കൂടുതൽ ന്യായവിധിക്ക് കാരണമാകുന്നു എന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് രൂപാന്തരം വരുത്തണം. നമുക്ക് ചേഞ്ച് ഉണ്ടാകണം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ അറിവ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ബൈബിൾ ക്ലാസ്സുകളിലും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. ബൈബിൾ ക്ലാസ്സുകൾക്ക് ഞാൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. എന്നാൽ ബൈബിൾ ക്ലാസ്സുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് തലയിൽ മാത്രം കയറിയിട്ട് അങ്ങ് പോകുന്ന ഒരു സ്റ്റേജുണ്ട്. അതുണ്ടാകരുത്. ഇപ്പം എനിക്ക് 5 അടി 5 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ എത്ര കഴിച്ചാലും ഞാൻ മുകളിലോട്ട് വളരത്തില്ല, സൈഡിലോട്ടായിരിക്കും വളരുന്നത്. അത് വളരെ മോശമായിരിക്കും. എന്നതുപോലെ വചനം അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, അറിവ് ചീർപ്പിക്കുന്നെന്ന്. പിന്നീട് നടക്കാനും വയ്യാതെ യാതൊരു പ്രയോജനമില്ലാത്ത കുറച്ച് അറിവ് മാത്രമായിട്ട് ഇങ്ങനെ പൊണ്ണത്തടിയുമായിട്ടൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകരുത്. അതിന് പകരം ക്രിസ്തുവാകുന്ന തലയോളം നമ്മളെ വളർത്തുവാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു തിരിച്ചറിവ് പലപ്പോഴും ദൈവത്തിൻ്റെ അതാണ് നമ്മൾ വാസ്തവത്തിൽ അതാണ് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. എന്താണ്? ആ ക്രിസ്തുവാകുന്ന തലയോളം വളരുക. അതിനാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുകയും വചനത്തിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ഞാൻ ആഫ്രിക്കയിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെയുള്ളവരെ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ്. അതുകൊണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും പറയുന്നത് ആദ്യത്തെ പ്രാഥമിക പാഠം എന്ന നിലയിൽ തന്നെ വേദോസം വേണമെന്ന് പറയുന്നു. കാര്യം അവരിൽ പലർക്കും വേദപുസ്തകം അവരുടെ കയ്യിലില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, വേദപുസ്തകം എല്ലായിടത്തും അവൈലബിൾ അല്ല. അവരുടെ ഭാഷയിൽ ബൈബിളുണ്ട്. ഞാൻ ടാൻസാനിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഭാഷയിൽ ബൈബിളുണ്ട്. പക്ഷേ ഒരു കൺട്രിയുടെ തന്നെ ചില സിറ്റികളിൽ മാത്രമേ ഉള്ളൂ ബൈബിൾ. ഒരു രാജ്യത്തിൽ ഇപ്പം മദ്രാസിൽ ബൈബിളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ ബൈബിൾ കിട്ടണമെങ്കിൽ ഇറ്റ് ടേക്സ് അത് ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ചില സ്റ്റേറ്റുകൾ തന്നെ, ചില ഡിസ്ട്രിക്റ്റുകളല്ല, ചില സ്റ്റേറ്റുകൾ തന്നെ ഒരു ബൈബിൾ സ്റ്റോർ ഇല്ലാത്ത സ്റ്റേറ്റുകൾ തന്നെയുണ്ട്. അവിടെ പിന്നെ ആളുകൾ ബൈബിൾ കിട്ടുന്നെന്ന് പറയുന്നത് വിദൂരമായിട്ട് ബൈബിൾ സൊസൈറ്റിയിൽ പോയി വാങ്ങിച്ചിട്ട് അതവർ കൊണ്ട് വിൽക്കുമ്പോഴത്തേക്ക് അത് അഫോർഡബിൾ അല്ല. അപ്പം പിന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വാങ്ങിക്കാനും മറ്റും കഴിയാതെ വരുന്നു. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിൾ എന്ന് പറയുന്ന ഒരു അമൂല്യ വസ്തു പോലെയാണ് ഇപ്പോഴും അവിടുത്തെ പല ഗ്രാമങ്ങളിലും. ഉള്ളവരുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ എല്ലാവർക്കും ബൈബിൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നടക്കാത്തതുപോലെ. അതുകൊണ്ട് മൊസാംബിക്കിലൊക്കെ ഞാൻ ചെന്ന സ്ഥലങ്ങളിൽ 3 സഭകൾ ഒരു സ്ഥലത്ത് ചെന്ന് കൊച്ചു കൊച്ചു സഭകളാണ്, ഗ്രാമങ്ങളാണ്, തീരെ ചെറിയ ഗ്രാമങ്ങളാണ്. ആ ഗ്രാമത്തിലൊരു സഭ കാണും, പക്ഷേ ഒരു 8 പേര് 10 പേരിക്കൊണ്ടൊന്നും കാണില്ല. അവിടെ ബൈബിളുകളെ ഇല്ലാത്ത സഭയുണ്ട്. അതായത് 8-10 പേരെ ഉള്ളൂ. പക്ഷെ അവിടെ അവരുടെ ഭാഷ അങ്ങനെ ഒരു പ്രോബ്ലമുണ്ട്. അവർ സംസാരിക്കുന്ന ചിച്ചേവ എന്ന ഭാഷയിൽ മൊസാംബിക്കിൽ ബൈബിളില്ല. ആ ഭാഷയിലെ ബൈബിൾ കിട്ടണമെങ്കിൽ അവർക്ക് മലാവിയിൽ പോകണം. കാര്യം മലാവിയിലെ അത് പ്രിന്റ് ചെയ്യുന്നുള്ളൂ. മലാവിയിൽ നിന്ന് ഒരു രാജ്യം കടന്നു വേണം കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിട്ടല്ല. ഒരു രാജ്യം കടന്നു വേണം ചിച്ചേവ ബൈബിളോടെ വരാനായിട്ട്. അപ്പോഴത്തേക്ക് അവിടുത്തെ പല സ്ഥലങ്ങളിലും ബൈബിൾ അവൈലബിൾ അല്ലാതാകും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അവിടെ 3 സഭകൾക്ക് വേണ്ടി 5 ബൈബിളേ ഉള്ളൂ എന്ന് ഒരു പാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവിടെ ഒരു വീട്ടിൽ 5 ബൈബിളില്ലാതെ വീടില്ല. പക്ഷെ എന്നിട്ടും നമുക്ക് ഈ ബൈബിളിനോടൊരു ആവേശമോ ഒരു സ്നേഹമോ അല്ലെ അതിനുവേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടോ ഒക്കെ ഇല്ലാതെ വരുന്നത് എത്ര കഷ്ടമാണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാഥമികമായി നമ്മൾ ദൈവവചനത്തോട് ഉള്ള നമ്മുടെ ആ ആഭിമുഖ്യം, അതിനുവേണ്ടിയുള്ള വലിയൊരു വാഞ്ച, അത് ഗ്രഹിക്കാനുള്ള വലിയൊരു ആഗ്രഹം. ബൈബിൾ നമ്മുടെ കയ്യിലുണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ട് ബൈബിൾ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ 5 ബൈബിളുണ്ട്, ചിലർക്ക് സ്വന്തമായിട്ട് 5 ബൈബിൾ കാണും. അങ്ങനെയുണ്ട്. അതൊന്നും നല്ല മോശം കാര്യമൊന്നുമല്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് കയ്യിലിടുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയെങ്കിലും ഈ വേദോസം കയ്യിൽ കിട്ടിയാലും ഇത് വായിപ്പിക്കാനായിട്ട്, അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഈ അധ്യാപകന്റെ സ്റ്റൈലിൽ ഇന്ന് വേദോസം വായിച്ചാലൊക്കെ എഴുന്നേറ്റ് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അവളെ. എന്നിട്ടാണ് വേദോസം വായിക്കേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് വേദോസം വായിച്ചോളെ എഴുന്നേറ്റ് നിൽക്കും. അതിവിടെ എനിക്ക് ചോദിക്കണമെന്നുള്ളൂ. പക്ഷേ അത് ചോദിച്ച എല്ലാവരെയും ഒന്നീ കള്ളം പറയും, അല്ലെങ്കിൽ പിന്നെ നാണം കെടും. അത് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ചോദിക്കുന്നില്ല. ഏതോ ഇന്ന് രാവിലെ വേദോസം വായിച്ചോളെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇന്നിപ്പോൾ വന്ന് നമ്മൾ പഴയ കാലത്തെ പോലെ വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യം ഗ്രഹിക്കുകയോ നമ്മളെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് അത് ഗ്രഹിക്കുന്നില്ല. പണ്ട് കാലത്തൊക്കെ വേദോസം വായിച്ചില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാത്ത വീടുകളായിരുന്നു നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ വേദോസം വായിക്കുന്നുണ്ടോ? എൻ്റെ കൺസേണാണ്. എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഭയങ്കര കൺസേണാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒരു സ്റ്റേജ്. നമ്മൾ പറയുന്ന ആത്മീയതയും മറ്റുള്ള കാര്യങ്ങളും അനുഭവിക്കുന്നവരിൽ തന്നെ അത് കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഞാനൊക്കെ ഒളിച്ചുപോയി വേദോസം വായിക്കുകയായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വേദോസം വായിക്കാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ വീട്ടുകാർക്കൊരു പേടി, ഇവന് വല്ല ഭ്രാന്ത് വല്ലതും പിടിച്ചോ. കാര്യം ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ 24 മണിക്കൂർ വേദോസം വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാച്ചുറലി അങ്ങനെ തോന്നും. അതുകൊണ്ട് ഞാൻ സാധാരണ റൂമിലിരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ അമ്മ പാലുമായിട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ ഇടാ പാല് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് താഴെ വെച്ചിട്ട് ഒരു മാസിക എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പിള്ളേർ നേരെ തിരിച്ചു ചെയ്യും. ഞാൻ പറഞ്ഞത് അങ്ങനെ ആവേശത്തോടെ ബൈബിൾ വായിച്ച ഒരു തലമുറയായിരുന്നു നമ്മുടെ പഴയ തലമുറ. പക്ഷേ ഇന്ന് നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ പിള്ളേർ ആരെങ്കിലും പോയി തനിയെ ഇരുന്ന് വേദോസം വായിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. വേദോസം വായിക്കാനുള്ള അമിതമായ ആഗ്രഹത്തോടു കൂടെ നമ്മൾ പറയാതെ അവരുടെ അതായത് അങ്ങനെ ഒരു 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 ആവേശം നമുക്ക് ബൈബിളുമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ദേവദാസൻ ഇന്ന് വായിച്ച വേദഭാഗം വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് രൂപാന്തരം വരുത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് യാക്കോബിൻ ലേഖനത്തിൽ നമ്മളത് കാണുന്നത്. പക്ഷേ ആ രൂപാന്തരം വരുത്തണമെങ്കിൽ ആദ്യം ഇത് വായിക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മൾ തന്നെ വായിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് വായിക്കുന്നുണ്ടോ? ആ പഴയ ആവേശം നമുക്കുണ്ടോ? ആ പഴയ ദൈവസ്നേഹം നമുക്കുണ്ടോ? നമുക്ക് എവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു റിട്രോസ്പെക്ഷൻ നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക. എന്നിട്ട് അവിടെയാണ് രൂപാന്തരം ഉണ്ടാകുന്നത്. നമുക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു? നമുക്ക് നഷ്ടപ്പെട്ടതായ കാര്യങ്ങളിലേക്ക് ഒരു മടങ്ങി വരവ് അത്യന്താപേക്ഷിതമാണ്. അത് ചിലപ്പോൾ എൻ്റെ ഭാഷ ഇച്ചിരി ഷാർപ്പായി പോയെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ല. കാര്യം പലപ്പോഴും ഇങ്ങനെ സോപ്പിട്ടുള്ള പ്രസംഗങ്ങളും മറ്റുള്ളത് കേട്ട് നമുക്കിപ്പോൾ ഈ സൂത്തൻ ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. ആ സൂത്തൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് ഒരിക്കലും നമുക്കൊരു, ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, കാല് മുഴുവൻ പഴുത്ത ഒരാൾ അടുത്ത് ചെന്ന് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടത്തേൽ എണ്ണ തൂവൽ കൊണ്ട് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാലിൽ നീര് വെച്ച് ചൊറിയുമ്പോൾ ഒരു തൂവൽ കൊണ്ടൊന്ന് തൂത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സുഖം കാണുമായിരിക്കും. പക്ഷേ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴുത്തിട്ട് കാല് മുറിച്ച് കളയേണ്ടി വരും അല്ലേ? അതിന് പകരം എന്താ വേണ്ടത്? ചിലപ്പോൾ അത് ഞെക്കി കഴുകണം. വ്യവസ്ഥ തന്നെ പറയുന്നത് പോലെ എന്താണ്, ലഘുവായി ചികിത്സിക്കുന്ന പരിപാടി നിർത്തിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആത്മീകമായി ആവശ്യമായിരിക്കുന്നു. സഭകൾക്ക് ആവശ്യമായിരിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അതിനൊരു മടിയുമില്ലാതെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങളുള്ളവർക്ക് അതിന് മടി ഉണ്ടാകേണ്ട കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് എന്താണ്? നമ്മളെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന പ്രവാചകന്മാരാരും അത്ര സോഫ്റ്റ് ആയിരുന്നില്ല. ഏത് പ്രവാചകനാ സോഫ്റ്റായിട്ട് പോയി സംസാരിക്കുന്നത്? ആരുമില്ല. എല്ലാ പ്രവാചകന്മാരും വളരെ ഷാർപ്പായിട്ടാണ് സംസാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ഒരു പ്രവാചകൻ തന്നെ ഇല്ലാതെ പോകും. പ്രവാചകൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്നെ വാലല തലയാക്കുമെന്ന് പറയുന്നതല്ല. ഇവിടെ വന്ന് നമ്മളോട് പ്രസംഗിക്കുന്ന ആളുകളിൽ തന്നെ നമ്മളെ കീറിമുറിക്കുന്ന ആളുകൾ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ ഈ സാക്ഷ്യങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇരുന്നുകൊള്ളാമെന്ന്. അന്നേരം കണ്ടതാ, അല്ലാതെ അന്നേരം വേദപുസ്തകം തുറന്നു നോക്കിയപ്പോൾ കണ്ടതാണ് എന്നെ സന്തോഷിപ്പിച്ച വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരും പറയുന്നില്ല കഴിഞ്ഞ ആഴ്ച എന്നെ കീറി മുറിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാം, അല്ലെങ്കിൽ എന്നെ തകർത്ത് കളഞ്ഞ ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാം, അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട്. ഇതൊന്നും ആരും പറയുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ എന്തേ ഉള്ളൂ? സന്തോഷിപ്പിക്കുന്ന വാക്യം. പക്ഷെ വേദപുസ്തകത്തിൽ സന്തോഷിപ്പിക്കുന്ന വാക്യം മാത്രമേ ഉള്ളൂ. സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, കീറിമുറിക്കുന്ന, പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന, മുറിക്കുന്ന ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് ആത്മാവിൻ്റെ വാളാ. ഇത് തൂവലല്ല, വാളാ. അതേ നിലയിൽ ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. നമ്മളെ നല്ലൊരു സർജറി നടത്തുന്ന വചനം, അതാ വാസ്തവത്തിൽ ആവശ്യമായിരിക്കും. നല്ല ഒരു സർജറി. എന്നാലേ നമ്മളെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അത് ആകപ്പാടെ ഒരു തകർച്ചയുടെ ഒരു സ്റ്റേജിലേക്ക് വരും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ ബൈബിൾ ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം അതാ, വളരെ ഷാർപ്പായിട്ട്. അതുകൊണ്ട് ആരും എന്നോട് പിണം കണ്ട, പിന്നെ പിണങ്ങിയാലും എനിക്ക് അത്ര വലിയ വിരോധമൊന്നുമില്ല. ആരെയും പിണക്കാതെ ലോകത്ത് ജീവിക്കാനൊന്നും പറ്റില്ല. ആരെയും പിണക്കാതെ പറഞ്ഞത്, ദൈവവചനം പറഞ്ഞാൽ ഞാനിപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ജെറമയയുടെ ബുക്കാണ്. ജെറമയായോട് ഒത്തിരി പേര് പിണങ്ങി. പക്ഷെ ജെറമയായോട് പിണങ്ങിയതെല്ലാം ആരാണ്? എന്തെങ്കിലും സ്വാർത്ഥമായ ലക്ഷ്യങ്ങളുള്ളവരാണ് പിണങ്ങിയത്, അല്ലാത്തവരാരും അല്ല പിണങ്ങിയത്.
ദൈവത്തിന്റെ വചനം രൂപാന്തരപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ലാത്ത, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുവാൻ ആഗ്രഹമില്ലാത്ത ആളുകളാണ് ജെറമ്യായോട് പിണങ്ങിയത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതെല്ലാം പറഞ്ഞാലും രൂപാന്തരപ്പെടാത്ത ചിലരും കാണും, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഇതെന്തെല്ലാം പറഞ്ഞാലും ഇത് ഏശാത്ത ചില ആളുകൾ കാണും. അവരെ ദൈവം ന്യായവിധിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് രൂപാന്തരം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കാണ്, അല്ലെങ്കിൽ അത് ന്യായവിധിക്കാണ്. ദൈവവചനം ഒന്നുകിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തി നമ്മെ വിശുദ്ധരാക്കി നമ്മെ സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സ് കടുപ്പിച്ച് അതിനോട് എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ അത് നമ്മളെ നരകവിധിക്ക് ആക്കി തീർക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഇതിനോട്, ദൈവത്തിന്റെ വചനത്തോട് നമുക്കുണ്ടാകേണ്ടതായ ആ ആറ്റിറ്റ്യൂഡ് എന്താണ്. ശരിയായിട്ടുള്ള ഒരു രൂപാന്തരത്തിന് വേണ്ടി നമുക്കുണ്ടാകും, അതിന് കഴിയണം. ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തിൽ നിന്ന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഞാൻ 42 വർഷമായിട്ട് പ്രസംഗിക്കുന്നുള്ളൂ. ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ്. 13 വയസ്സിൽ ഞാൻ പരസ്യയോഗങ്ങളിലും കൺവെൻഷനുകളിലും പ്രസംഗിച്ചു തുടങ്ങിയതാണ്. അന്നുകൊണ്ട് സഭകളിലും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ഈ 42 വർഷങ്ങൾക്കിടയ്ക്ക് എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ള കാര്യം, ഞാൻ ദൈവവചനത്തിൽ നിന്നല്ലാതെ മറ്റൊന്നും പ്രസംഗിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ബൈബിൾ ബേസ്ഡ് ആയിട്ട് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ, അതല്ലാതെ അതിന് വിരുദ്ധമായ ഒരു കാര്യവും ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഞാനൊരു മനുഷ്യനാണ്. എന്തെങ്കിലും കാര്യത്തിൽ എനിക്കൊരു പാളിച്ച ഉണ്ടായെങ്കിൽ അതെൻ്റെ ഉപദേശത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. ഈ 42 വർഷത്തിനിടയ്ക്ക് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടെ, അത് മറ്റൊന്നുമല്ല. 42 വർഷത്തിനിടയ്ക്ക് ഞാൻ പ്രസംഗിച്ച കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതും തൻ്റെ ഇടത്തോട് തന്നെ പറയാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ദൈവവചനം എനിക്ക് പ്രസംഗിക്കാനും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. ഇത് എന്നെ കീറി മുറിച്ച വചനങ്ങളാണ് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് കേൾവിക്കാർക്ക് വേണ്ടി മാത്രമുള്ള വചനമല്ല, അതും മനസ്സിലാക്കണം. ഈ പ്രസംഗിക്കുന്ന എനിക്കും ബാധകമാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ എൻ്റെ ഉപദേശത്തിൽ ദൈവവചന വിരുദ്ധമായ ഒരു കാര്യമുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യം അനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണം, തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. ഞാൻ അതിനകത്താണ് വിശ്വസിക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ പ്രായമായി ഏറ്റവും ഒടുവിൽ ജനതയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെറിയ പ്രായം മുതൽ, ബാല്യം മുതൽ നിങ്ങൾക്ക് ന്യായാധിപനായിരുന്നു. മുലകുടി മാറിയപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ ഞാൻ വൃദ്ധനായി, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു രാജാവിനെ നിങ്ങൾക്ക് വാഴിച്ചു തന്നു. ഞാൻ ഇത്രയും കാലങ്ങൾക്ക് ഇടയ്ക്ക് ആരുടെയെങ്കിലും കാളയോ കഴുതയോ മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ കൈക്കൂലി സമ്മാനം വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യഹോവയുടെയും അവൻ്റെ അഭിഷിക്തന്റെയും മുമ്പാകെ നിങ്ങൾ പറ, ഞാൻ മടക്കിത്തരാം. ഇത് പറയാനുള്ള തൻ്റെ ഇടമുള്ളവൻ പ്രസംഗിച്ചാൽ മതിയെന്ന എൻ്റെ ചിന്ത. അല്ലാത്തൊരു പ്രസംഗിച്ചിട്ട് എന്തെടുക്കാൻ? അങ്ങനെ ഉപദേശവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പിതാക്കന്മാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭക്തന്മാരായ ആളുകളുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഭക്തൻ മരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന തീർച്ചയായിട്ടും ഉണ്ട്.